SNDP പ്രസക്തമെന്ന് ഗോവിന്ദൻ മാഷിന് തോന്നിയെങ്കിൽ സന്തോഷമെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഈഴവ സമുദായത്തിൽ നിന്ന് വോട്ട് ചോർന്നത് ശരിയാണ്. എന്തുകൊണ്ടാണെന്ന് നോക്കിത്തിരുത്തണം. SNDPയെ കാവി മൂടാനും ചുവപ്പ് മൂടാനും ആരെയും സമ്മതിക്കില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. SNDPയെ കാവിവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്നും മുസ്ലിം ലീഗിന്റെ വർഗീയത തുറന്നുകാട്ടുമെന്നും കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും ഗോവിന്ദൻ മാഷ് പറയേണ്ടതാണ്. കാരണം ഒരു പരാജയം ഇവിടെ വന്നു. ആ പരാജയം മരണപ്പെടുത്തുകയും ആ പരാജയത്തിൻ്റെ കണ്ടെത്തലുകൾ യഥാർത്ഥമായിട്ട് എന്താണെന്ന് മാഷർക്കറിയാം, പാർട്ടി അണികൾക്കറിയാം. പക്ഷെ അത് പൊതുജനങ്ങളിൽ പരസ്യമായിട്ട് എല്ലാം പറയാനൊക്കത്തില്ല, ചിലതൊക്കെ പറയാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇതുവരെ SNDP യോഗത്തെ പറ്റിയോ SNDPയെ പറ്റിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതയിലുള്ള ആരും വോട്ട് കൊടുത്തെന്നോ വോട്ട് കൊടുത്തില്ലെന്നോ പറയാറില്ല, പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ NSSൻ്റെ കിട്ടി, മുസ്ലിം ലീഗിൻ്റെ കിട്ടി, അല്ലെങ്കിൽ ക്രിസ്ത്യാനിൻ്റെ കിട്ടിയില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ വളരെ സന്തോഷമുണ്ട്, ഇപ്പം ഞങ്ങൾ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതൊരു അംഗീകാരമാണ്. ഇതുവരെ അതിനെപ്പറ്റി ഒന്നും പറയാം, ഈ സമുദായത്തിൻ്റെ വോട്ട് കിട്ടിയെന്നോ കിട്ടിയില്ലെന്നോ ഒന്നും പറയാതെ ഇത് കൃത്യമായി അവർക്ക് കിട്ടുന്നതായതുകൊണ്ട് അതിനെപ്പറ്റി പ്രസക്തമല്ലാതെ വിട്ടിരുന്നുവെങ്കിൽ ഇന്നൊരു പ്രസക്തമാണ് ആ സമുദായം എന്ന് മാഷക്ക് മനസ്സിലായി എങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. മാഷ് പറഞ്ഞത് ശരിയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനകത്ത് കാവി മൂടാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല, ചുവപ്പ് മൂടാനും ഞാൻ ആരെയും സമ്മതിക്കില്ല. എന്നാൽ ഇതിനകത്ത് ചുവപ്പുകാരും കാവിക്കാരും എല്ലാ കാര്യവും നക്സൽ തൊട്ട് ലീഗുകാരും വരെ ഈ SNDP യോഗത്തിനകത്തുണ്ട്. SNDP യോഗം ഒരു സമുദായ സംഘടനയാണ്, രാഷ്ട്രീയ സംഘടനയല്ല. ആ സമുദായത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒന്നിച്ചു നിർത്തുക എന്നുള്ളതല്ലാതെ അതിനകത്തുള്ള അംഗങ്ങൾക്ക് അവരവരുടേതായ രാഷ്ട്രീയ അഭിപ്രായം അനുസരിച്ച് വരാം. പക്ഷേ സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നിച്ച് നിൽക്കണമെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. പിന്നെ മാഷെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടെത്തുമ്പോൾ ഈഴവ സമുദായത്തിൽ നിന്നൊരു വോട്ട് ചോർന്നു പോയി എന്ന് തോന്നുന്നു എങ്കിൽ അത് ശരിയാണ്. ആ ശരി അദ്ദേഹം മനസ്സിലാക്കി, അതിൽ നിന്നും പരുക്ക് മനസ്സിലാക്കി അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മൈൻഡ് ഇവിടെ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം മുസ്ലിം സമുദായത്തിൻ്റെ സമീപനത്തിൻ്റെ അവരെ ചേർത്താൽ ഒന്നെങ്കിൽ കൈവിട്ടു അല്ലെങ്കിൽ പടൽ വെട്ടും. അതല്ല, ഈ വെട്ടല്ല കാണുന്നത്, ഇത് അനുഭവിക്കുന്നതും കാണുന്നതുമല്ലേ മീഡിയ വഴിയെല്ലാം കാണുന്നത്. പിന്നെ BJP എടുത്തൊരു വിധോത്തം വരേണ്ട കാര്യം എനിക്കെന്താണ്? കോൺഗ്രസിനോട് ഒരിക്കലും എനിക്ക് യോജിക്കാനും ഒക്കില്ല. എന്നെ പിടിച്ച് അകത്തിടാണെന്നല്ലേ. തിരുത്തുമായിരിക്കും, തീർച്ചയായും മാഷ് തിരുത്തും. കാരണം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ആലപ്പുഴ വന്നപ്പോഴും ഇവിടെയുള്ള സലാം ഉൾപ്പെടെ എന്താ പറഞ്ഞത്? ഇല്ലല്ല, ഞാൻ ആദ്യം പറഞ്ഞ പ്രീണനമാണ് പറഞ്ഞത്. നിങ്ങൾ വ്യാഖ്യാനിച്ചങ്ങനാക്കിയാണ്. ഞാൻ പറഞ്ഞ മുസ്ലിം പ്രീണനം വളരെ കൂടിപ്പോയി ഇടതുപക്ഷത്തിലുള്ള തകർച്ചയ്ക്ക് പ്രധാന കാരണം അത് തന്നെയാണ്. എന്ത് കാര്യത്തിലാണ് ഇവരെല്ലാം കൂടെ തലവെച്ചിട്ടുണ്ടെങ്കിൽ നടന്നത്? ഞാൻ ചോദിക്കട്ടെ, കാന്തപുരത്തിൽ എന്താണ് ഒരു കാന്തപുരം സിറ്റിന് 1200 ഏക്കറാണ്, 10,000-ഓളം പിള്ളേരുണ്ട്. ഇതെല്ലാ സൗകര്യം കൊടുത്തില്ലേ? ആ കാന്തപുരം പോലും കൂടെ നിന്ന ആ കാന്തപുരത്തിൻ്റെ എല്ലാം ഒരു ഡിവൈഡ് ചെയ്ത് അവിടെ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചത്. പക്ഷെ എരണ്ട വെള്ളത്തോടെ ചേർന്നുള്ളൂ. അവർ കൂടിയപ്പോൾ എല്ലാ മുസ്ലിം ഒന്നായി. കാന്തപുരത്തിൻ്റെ ഒരു കാന്തം പിടിച്ച സകലത്ത് പോയില്ലേ, ഒരു മുസ്ലിമിനെ കിട്ടിയ ഇടതുപക്ഷത്തിൽ. ഇതൊക്കെ അവരുടെ അനുഭവമാണ്. ഈ അനുഭവം ഒരു ഗുരുവായി കണ്ടുകൊണ്ട് ഈ ഇടതുപക്ഷം അവരാക്കി വളർത്തിയ ഒരു പ്രസ്ഥാനമുണ്ട്. അടിസ്ഥാന വർഗത്തിന് അവരുടെ ചോരയാണ്, അവിടെ നീരാണ്, അവിടെ രക്തസാക്ഷികളെ കൊടുത്തിട്ടുള്ള അവരാണ്. പറയാൻ ആരും കൊടുത്തിട്ടില്ല. നിങ്ങൾ രക്തസാക്ഷി പണ്ടെങ്കിൽ പോയി നോക്ക്.